രാത്രി ലൈവില് അൻസിബയും ഋഷിയും ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തിരുന്ന് വന്ന് സംസാരിക്കുന്ന സമയത്ത് ജിൻറ്റപ്പൻ ഇപ്പം കാര്യമായിട്ട് ഞാൻ മിണ്ടുന്നില്ല, ജിൻറ്റപ്പനോട് എനിക്കെന്തോ താല്പര്യമില്ല സംസാരിക്കാനായിട്ട് എന്ന് അൻസിബ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഋഷിയും പറയുന്നുണ്ട്, ജിൻറ്റപ്പൻ നിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നത് കാണുന്നില്ല, ആൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, നീ അവോയ്ഡ് ചെയ്യുന്നത് മനസ്സിലായെന്ന് തോന്നുന്നു, നിൻ്റെ അടുത്തേക്ക് പതിയം വരുന്നത് ഞാൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് അൻസിബ, എനിക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ വരുന്നു, ഏതു നേരം ഇത് വന്ന് പറഞ്ഞിട്ട് സ്വൈരമില്ല എന്ന് പറയുന്നുണ്ട്. രതീഷ് വന്ന് പറയുന്നു അത്രേ, അവിടെ ജിൻറ്റപ്പനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് ഏത് നേരം വന്ന് രതീഷ് അൻസിബയുടെ അടുത്ത് പറയുന്നു അത്രേ. അതുമാത്രമല്ല, എനിക്ക് അസൂയ തോന്നുന്നു അവന് നിന്നോടുള്ള ഇഷ്ടം കണ്ടിട്ട് എന്നാണ് ഏത് നേരം വന്ന് പറയുന്നത്. അതാണ് അൻസിബയ്ക്ക് ഇത്രയും ദേഷ്യം വരാനുള്ള കാരണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജിൻറ്റപ്പനും പലതവണ അത് പറഞ്ഞു, എൻ്റെ ചങ്കിടിപ്പാണ്, ഇവിടെ ഞാൻ കപ്പ് വേണമെങ്കിൽ അൻസിബയ്ക്ക് വിട്ടുകൊടുക്കും, പവർ റൂം ഞാൻ വിട്ടുകൊടുക്കും, എന്തും ഞാൻ അൻസിബയ്ക്ക് വിട്ടുകൊടുക്കും, എന്നെ നോക്കാനും എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും എന്നെ കെയർ ചെയ്യാനും ഈ വീട്ടിലാകെയുള്ള വ്യക്തി അൻസിബയാണ് എന്നൊക്കെ അവിടെ ജിൻറ്റോ പറഞ്ഞിരുന്നു. അതിൽ പല കാര്യങ്ങളും അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ട് അൻസിബയ്ക്ക്. അതുമാത്രമല്ല, വേറെന്താണ് നമുക്ക് ഉണ്ടായതെന്ന് അറിയില്ല. എന്തായാലും അൻസിബ പറയുന്നത് ജിൻറ്റോയുടെ ആ ചില സമയത്തുള്ള ആ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ, പക്ഷെ അത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ല ഋഷിയുടെ അടുത്ത് പറയുന്നത് എന്താണെന്ന്. ഋഷിയുടെ അടുത്ത് പറയുന്നത് ഇത്രയാണ്, നിന്റെ അടുത്ത് ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ആദ്യം ചെന്ന് അടിക്കുകയായിരിക്കും ചെയ്യുക, എന്നിട്ട് പിന്നെ നീ ചോദിക്കുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് പറയാത്തത് എന്നാണ് ഋഷിയുടെ അടുത്ത് പറയുന്നത്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, ഞാൻ എന്തായാലും ചോദിക്കാതിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനെ രതീഷും കൂടി കൂട്ടു നിൽക്കുമ്പോൾ രണ്ടുപേരും കൂടി എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ പെരുമാറുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അൻസിബ പറഞ്ഞു വെക്കുന്നത്. രതീഷ് വന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട്, അവനെ നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് കാണുമ്പോൾ അസൂയ വരുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നു, അതെനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്ന് അൻസിബ പറയുന്നുണ്ട്. രണ്ടുപേരും ഇന്ന് പകലും അത് ചർച്ച ചെയ്തിരുന്നു, ഇപ്പോൾ ലേറ്റ് നൈറ്റും രാത്രിയും രണ്ടുപേരും അത് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെ അൻസിബയ്ക്ക് അത് ഭയങ്കരമായിട്ട് അൺകംഫർട്ടബിൾ ആയി എന്നാണ് അൻസിബ ഋഷിയുടെ അടുത്ത് പറയുന്നത്.